അനു ഇങ്ങനെ ഡെസ്റ്റൈൻഡായിട്ട് ആകസ്മികമായിട്ട് സിനിമയിൽ വന്ന ഒരാളാണ്. പക്ഷെ ഇപ്പോഴും സിനിമ സ്വപ്നം കാണുന്നവരാണ്. ഒരു പക്ഷെ നമ്മളൊരു 10 കല്ലെടുത്തെറിഞ്ഞാൽ 9 കല്ലും ഒരു സിനിമാ നടിയാവണം എന്ന് വിചാരിക്കുന്ന ഒരു കുട്ടിയുടെ തലയിലായിരിക്കും നീരാന്ന് പറയും. അപ്പൊ എന്താണ് അവരുടെ അടുത്ത് പറയാൻ? ഇല്ല, ഇപ്പൊ സിനിമാ നടി എന്നുള്ളത് മാത്രമല്ല, എല്ലാവരും അവരെ സംബന്ധിച്ച് അവരെല്ലാവരും സെലിബ്രിറ്റിയാണ്. അത് സിനിമയിൽ അല്ലെങ്കിൽ ആയിക്കോട്ടെ, ഇൻഫ്ലുവൻസർ ആയിക്കോളട്ടെ, റീല് മാത്രം ഇടുന്ന ആൾക്കാരായിക്കോട്ടെ, എല്ലാവരും സെലിബ്രിറ്റി അല്ലേ. പണ്ട് നമുക്ക് കണ്ടു പരിചയം തോന്നുന്ന ആൾക്കാരെ അയ്യോ ഇതവരല്ലേ എന്ന് തോന്നുന്നത് എത്ര ദിവസം കഴിഞ്ഞ്, എത്ര ഇൻസിഡന്റ് കഴിഞ്ഞ്, എത്ര മാസങ്ങൾക്കിടയിലാണ് നമുക്ക് മുഖപരിചയമുള്ള സ്ക്രീനിൽ നമ്മൾ കാണുന്ന ഒരാളെ ഫേസ് വെച്ച് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു ഇൻസിഡന്റ് ഉണ്ടാവുക. ഇപ്പൊ എന്താ, ഇപ്പൊ ഇൻസ്റ്റാഗ്രാം അല്ലേ. അവരെന്നെ സംബന്ധിച്ച് എല്ലാവരും സെലിബ്രിറ്റീസ് ആണ്. പിന്നെ അവരെ കുറ്റം പറയുന്നില്ല. 10K ഉള്ള എല്ലാവരും സെലിബ്രിറ്റീസ് ആണ്, ഞങ്ങള് ഇൻഫ്ലുവൻസേഴ്സ് ആണ്, ഞങ്ങൾ വ്ളോഗർമാരാണ്. നല്ല കാര്യം, അവർക്ക് കഴിവുള്ളത് കൊണ്ട് അവർ ചെയ്യുന്നു. അവർക്ക് അങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം ഉള്ളത് കൊണ്ട് അവരതിനെ പ്രൊഫഷൻ ആക്കുന്നു. അവരതിനകത്ത് നിന്ന് ഏൺ ചെയ്യുന്നുണ്ട്. നല്ല കാര്യം, വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല. ക്യാമറയും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ പോവുക, കൊളാബ് കിട്ടും, ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ മേ ബി പണ്ടത്തെ അത്ര ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല ഇതിലേക്കൊരു ആക്സസ് കിട്ടാൻ വേണ്ടിയിട്ട്. പണ്ട് ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റിനെ കണ്ടുപിടിക്കാനായിട്ട് എത്രയോ, എനിക്ക് തോന്നുന്നു ഒരു കുറച്ച് വർഷങ്ങൾക്കൊക്കെ മുന്നേ ഉള്ള നവ്യ ചേച്ചി തന്നെ പറഞ്ഞിട്ടുണ്ട്, മനോരമയിൽ മുഖചിത്രം വന്നിട്ടാണ് വിളിക്കുന്നത്. ആ സമയത്ത് ഒരു പക്ഷെ അന്നത്തെ മലയാള മനോരമ ആയിരിക്കും ഇന്നത്തെ സോഷ്യൽ മീഡിയ. ഇന്നൊരു റീൽ വന്നു കഴിഞ്ഞാൽ അവരുടെ ഇൻസ്റ്റാഗ്രാമിലോട്ട് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഭിനയിക്കാൻ താല്പര്യമുണ്ടോ, ഓക്കെ, ഓഡീഷൻ വരുന്നു, തീരുന്നു, സെലിബ്രിറ്റി ആയി. അപ്പം പണ്ടത്തെ അത്രയും നമ്മൾ വന്നപ്പോഴാണെങ്കിലും നമ്മുടെ വരുന്ന സമയത്ത് റിയാലിറ്റി ഷോസ് മമ്മൂട്ടി ദ ബെസ്റ്റ് ആക്ടർ അവാർഡേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ വരുമ്പോഴും റിയാലിറ്റി ഷോസും കുറവാണ്. നമ്മൾക്കും കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പം എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ട്. പക്ഷെ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഒരു മൊബൈൽ ഓപ്പൺ ചെയ്ത് വെച്ച് റൂമിൽ അവർക്ക് ആക്ട് ചെയ്യാൻ പറ്റുന്നത് പോലെ ചിലപ്പോൾ ഇത്രയും പേര് നിൽക്കുന്ന 100, 150, 200 പേര് നിൽക്കുന്ന ഒരു ക്രൂവിന്റെ മുമ്പിൽ വരുമ്പോൾ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് എല്ലാവരുടെയും കോൺഫിഡൻസ് ചിലപ്പം ശരിയാവണം എന്നില്ല. അവർ ചിലപ്പോൾ അത് കുറെ കേട്ടിട്ടുണ്ട്, റീൽസിൽ കണ്ടു വിളിച്ചു പക്ഷെ പാളിപ്പോയി എന്ന് കേട്ടിട്ടുണ്ട്. കാരണം അതവർ റൂം അടച്ച് അവർ തന്നെ കണ്ട് അവർ തന്നെ ചെയ്യുന്ന കോൺഫിഡൻസ് മേ ബി ഇപ്പുറത്ത് വരുമ്പം ഉണ്ടാവണമെന്നില്ല. പക്ഷെ ഒരു പോസിറ്റീവും നെഗറ്റീവ് എന്ന് പറയുന്ന പോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നുള്ളത് പോസിറ്റീവാണ്. അതെ അല്ലേ? അതെല്ലാം നല്ലതാണോ? അത് കാരണം മറ്റുള്ളവരുടെ കഴിവുള്ളവരുടെ ഓപ്പർച്യൂണിറ്റി പോകുന്നുണ്ട് എന്നുള്ളതും ആലോചിക്കണം. ചില മൂവീസ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇപ്പൊ എന്തിനാണ് ഇപ്പൊ ഇവരെ വിളിച്ചത് എന്ന്. ചില സമയത്ത് ഞങ്ങൾ കൂട്ടുകാരെല്ലാം കൂടെ മൂവി കാണാൻ പോകുമ്പോൾ ചില സീൻസ് വരുമ്പോൾ നമ്മളെല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് നോക്കും. അവിടെ ആരും ഒന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല, പക്ഷെ എല്ലാവരുടെ ഉള്ളിൽ പോകുന്നത് ഇപ്പൊ എന്തിനായിരുന്നു എന്ന് ചോദിക്കുന്ന ഒരു കാര്യം ഉണ്ടാവാറുണ്ട്. ചില സമയത്ത് നമ്മൾ ചില കാര്യങ്ങൾ കാണുമ്പോൾ വിചാരിക്കും എന്തിനാ ഇവിടുന്ന് എന്തിനാ ഇവരെ എടുക്കണേ, ഇവിടെ വേറെ ആൾക്കാരുണ്ടല്ലോ. പിന്നെ ചില നടന്മാരുടെ അടുത്തും ഡയറക്ടേഴ്സിന്റെ അടുത്തൊക്കെ നമുക്ക് ഫ്രണ്ട്ഷിപ്പ് ഉള്ള ആൾക്കാരുടെ അടുത്ത് ചോദിക്കും, വേറെ ഇൻഡസ്ട്രിയിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ ചോദിക്കും, നിങ്ങൾ എന്തിനാണ് അവിടെയുള്ള ആൾക്കാർ നിങ്ങൾ കാണുന്നില്ലേ, നിങ്ങൾ അവിടെ നിന്ന് കൊണ്ടുവന്ന് എന്തിനാ ഈ ഹാഫ് സാരി ഷോളൊക്കെ ഉടുപ്പിക്കണേ, ഇവിടെ ഇഷ്ടംപോലെ കുട്ടികൾ അത് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, നിങ്ങൾ കൊണ്ടുവന്ന് അവരെ ഇങ്ങനെ ചെയ്യിപ്പിക്കാണ്ടിരിക്കും എന്നൊക്കെ നമ്മള് പറയാറുണ്ട്. ഏതെങ്കിലും ഒരു ഫേമസ് ആളുടെ ഓട്ടോബയോഗ്രഫി ഒരു സിനിമയാവാണെങ്കിൽ അനുവിനെ അതിലേക്ക് അഭിനയിക്കാൻ വിളിക്കണമെങ്കിൽ ആരുടെ ചെയ്യണം? അയ്യോ, അങ്ങനെയൊന്നും ഞാനങ്ങനെ ഇല്ല. അങ്ങനെ ആരുടെങ്കിലും സ്റ്റൈൽ ഇഷ്ടം അല്ലെങ്കിൽ അവരുടെ ലൈഫ് ഭയങ്കര ക്യൂരിയസ് ആയിട്ട് തോന്നുക? ഇല്ല, അങ്ങനെയില്ല എനിക്ക്. പക്ഷെ ഇന്ന ആളുടെ എന്നുള്ളതല്ലാണ്ട് എനിക്ക് ഏതെങ്കിലും ഒരു പഴയ കാലഘട്ടം കൈൻഡ് ഓഫ് സാധനം ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ മാമാങ്കം ഒക്കെ കാണുന്ന സമയത്താണെങ്കിലും എനിക്ക് അങ്ങനത്തെ ഞങ്ങളത് മേ ബി ഞങ്ങൾ കുറെ ഫോട്ടോഷൂട്ട്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് സാധനങ്ങൾ. അപ്പോ പണ്ടത്തെ നമ്മൾ നേർച്ച കൈൻഡ് ഓഫ് സിനിമകളൊക്കെ അന്ന് ഉണ്ടായിട്ടുണ്ടല്ലോ. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് അങ്ങനത്തെ മൂവി ഒരിക്കലും ഇനി വരാൻ പോകുന്ന എനിക്ക് തോന്നുന്നില്ല. അതിന് ഗോകുലും ഗോപാലൻ സാറൊക്കെ വിചാരിക്കണമായിരിക്കും വേറൊരു മാമാങ്കം വരണമെങ്കിൽ. പക്ഷെ എനിക്ക് അങ്ങനെ തോന്നാറുണ്ട്. അതിപ്പം പണ്ടത്തെ അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് സാധനം മാത്രമല്ല, പക്ഷെ കാലഘട്ടം മാറി ചെയ്ത് ഇപ്പം ഞാൻ ചെയ്തിട്ടുള്ളതെല്ലാം നമ്മുടെ ഇപ്പോഴത്തെ നാടൻ കുട്ടികളാവണം, ഭാര്യയായിരിക്കണം, അതുകൊണ്ട് അധികമൊന്നും നോർമലായിട്ട് മതിയിട്ടോ എന്ന് പറയുന്ന സാധനങ്ങൾ. എന്നാൽ പോലും അതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. അതല്ലാണ്ടൊരു പെർട്ടിക്കുലർ സാധനം നമുക്ക് ഇങ്ങനെ തന്നെ വേണം, ഹെയർ സ്റ്റൈൽ മസ്റ്റ് ബി ഇങ്ങനെ ആയിരിക്കണം, കോസ്റ്റ്യൂം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ടൊരു കാലഘട്ടം പിടിച്ച് ചെയ്യുന്ന സാധനം ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. പിന്നെ പണ്ടൊരു സ്പോർട്സ് പേഴ്സൺ ആയതുകൊണ്ട് അങ്ങനത്തെ ഒരു ലൈഫ് കാണിക്കുന്ന
അങ്ങനെ ട്രാക്കിൽ കൂടി ഓടുന്ന അങ്ങനത്തെ ഒരു സാധനം ചെയ്യണമെന്ന് ഭയങ്കര അത്ലറ്റ്. അത് വെറുതെ അനുശ്രീയുടെ ക്യാരക്ടർ ഒരു അത്ലറ്റ് എന്നുള്ളതല്ല, ഒരു കറക്റ്റ് ഒരു സ്പോർട്സ് വുമൻ ഫേസ് ചെയ്യുന്ന പ്രശ്നം, കഷ്ടപ്പാട്, അവരതിലോട്ട് പ്രിപ്പയർഡ് ആവുന്നതെല്ലാം കാണിച്ചുകൊണ്ടൊരു സംഭവം ഒക്കെ ചെയ്യണമെന്ന് എൻ്റെ